സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ തമ്പുരാനെ, ഇന്ന് ഈ പ്രഭാതം കാണുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങയുടെ സ്നേഹം നുകരുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ വീണ്ടും ഒരു പുതിയൊരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഉൾപ്പെടുത്തി. കർത്താവെ, ഒരുപാട് സ്നേഹത്തോടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ ഓഗസ്റ്റ് 6 തീയതി അങ്ങയുടെ തിരുമുമ്പിൽ ആയിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ പരിശുദ്ധ അമ്മയെ പറ്റി ധ്യാനിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: ഇവർ ഈ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മറിയത്തിൻ്റെ ഓരോ നിർണായക നിമിഷത്തിൻ്റെയും പിന്നിൽ പ്രാർത്ഥനയും ദൈവവിശ്വാസവും കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സഭ അവളെ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന മാതാവായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. മറിയം സ്വന്തം പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ് സ്വീകരിച്ചത്. പ്രാർത്ഥന മനുഷ്യനെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം സ്വീകരിക്കാൻ പ്രാർത്ഥന നമ്മെ ശക്തയാക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. മറിയത്തിൻ്റെ മാഗ്നിഫിക്കാത്ത് ഒരു സ്തുതി പ്രാർത്ഥനയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ അടയാളം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ നമുക്ക് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് സാധിക്കും. കുരിശിന് മുമ്പിൽ നിന്നും ഓടിപ്പോകാതെ വിശ്വാസത്തോടെ നിലകൊണ്ട മറിയം. നിശബ്ദമായ പ്രാർത്ഥനയുടെ മഹത്തായ ഒരു മാതൃകയാണത്. വേദനകളിലും പരീക്ഷണങ്ങളിലും ദൈവത്തെ ഉപേക്ഷിക്കാതെ അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുവാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുന്നത് പോലെ, ഈശോ സ്വർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാരോടൊപ്പം മറിയം ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവൾ സഭയോടൊപ്പം കാത്തിരുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെയും പ്രാർത്ഥിക്കുന്ന സഭയുടെയും ഹൃദയമാണ് പരിശുദ്ധ അമ്മ എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ മാതൃകയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം, ദിവസവും നമ്മുടെ സമയം അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കണം. ബുദ്ധിമുട്ടുകളിൽ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ ദൈവത്തെ ആശ്രയിക്കണം. മറിയത്തെ പോലെ ദൈവഹിതം സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥന തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന മുഴുകി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ മാതാവേ, പ്രാർത്ഥനയിൽ ഒരിക്കലും തളരാതെ ജീവിച്ച അങ്ങയുടെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തെ വിശ്വസിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രാർത്ഥനകളുടെ ഭവനമാക്കണമേ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച.